നിങ്ങൾക്ക് പ്രായോഗിക പരിശീലനത്തിനുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് കൈപൊക്കിക്കേ. പഠിക്കുന്ന കുട്ടികൾ കുറച്ച് പേര് വന്നിട്ടുണ്ടല്ലോ. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നവർ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. വെരി ഗുഡ്. ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുഭവിച്ചാലുള്ള ഗുണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രവൃത്തിയിൽ വെളിപ്പെടുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിൽ സമാധാനം സ്ഥാപിക്കപ്പെടും. ഇതില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. സ്നേഹമുണ്ട്, അതവർക്ക് മനസ്സിലാവണ്ടേ. നമ്മൾ സ്നേഹിക്കുവാണ്. ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം ഏറ്റെടുത്തോണം. എടുത്ത് തുറന്ന് വായിച്ചേ. റോമ 5:5. സെന്റ് പോൾസ് എഴുതിയിട്ട് റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5. 5-ാം അധ്യായം 5-ാം വചനം വായിച്ചോ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ ഈ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞത്. ഏത്? പരിശുദ്ധാത്മാവ്. കാരണം യഥാർത്ഥ സ്നേഹം, നമ്മൾ ഈ പറയുന്നുണ്ട് സ്നേഹിക്കുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നതിന് കാരണം യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹപ്രകടനമാണോ എന്നൊരു സംശയമുണ്ടെന്ന്. പൗലോസ്ലീഹ പറയുവാണ്, നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.